മാന്യ സഹോദര സഹോദരിമാർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ഉള്ളത് ഒരേ ഒരു ജീവിക്ക് മാത്രമാണ് എന്ന് ശാസ്ത്രം പറയുന്നു. അത് മനുഷ്യനാണ്. ബുദ്ധിയുള്ള പല ജീവികളുമുണ്ട്. അവയ്ക്ക് പരിശീലിപ്പിച്ചത് കൃത്യമായി ചെയ്യും. എന്നാൽ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ അവയ്ക്ക് കഴിയില്ല. ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനും കഴിയുന്ന മനുഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനസ്സ്. മനസ്സ് ഒരു അവയവമല്ല, ഒരു അവസ്ഥയാണ്. ചിന്തകൾ ശരിയായിരിക്കുമ്പോൾ തീരുമാനങ്ങളും ശരിയായിരിക്കും. ചിന്തകൾ വികലമാകുമ്പോൾ തീരുമാനങ്ങളും പാളിപ്പോകും. മനുഷ്യനിൽ 3 പ്രധാന ഘടകങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ബൈബിൾ അത് വ്യക്തമായി പറയുന്നു. ദേഹം, ദേഹി, ആത്മാവ് എന്നിവയാണ് അവ. ആത്മാവും ദേഹിയും അഥവാ പ്രാണനും സ്ഥിതി ചെയ്യുന്നത് ശരീരത്തിലാണ്. ദേഹിയിലാണ് മനസ്സ് ഇരിക്കുന്നത്. സാഹചര്യങ്ങളെ മനസ്സ് വിലയിരുത്തി ഒരു തീരുമാനത്തിലെത്തുവാൻ ഇടയായിത്തീരുന്നു. ശരീരം അവയവങ്ങളിലൂടെ ആ തീരുമാനം നടപ്പിലാക്കുന്നു. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. യാക്കോബ് 1:8. സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. സദൃശവാക്യങ്ങൾ 17:22. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സദൃശവാക്യങ്ങൾ 4:23. മനസ്സ് എന്നതിനെ ഹൃദയമെന്നും ബൈബിൾ പറയുന്നുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് തൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും മരണബദ്ധത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവർ ആകെ അസ്വസ്ഥരായി. അപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ അഥവാ ദൈവത്തിൽ വിശ്വസിപ്പിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1. മനസ്സ് നമ്മോട് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കും. അതിനെയാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. മനസ്സ് മലിനപ്പെട്ടാൽ മനസ്സാക്ഷിയും മലിനമാകും. മനസ്സാക്ഷിയിൽ കുത്തുകൊള്ളുന്നത് നല്ല ലക്ഷണമാണ്. തെറ്റുകൾ തിരുത്താൻ അത് സഹായിക്കും. എന്നാൽ ചിലർ മനസ്സാക്ഷി മരവിച്ച അവസ്ഥയിൽ ആകാറുണ്ട്. നീതിയും ധാർമ്മിക നിലവാരവും അത് മുഖാന്തരം താണു പോകുവാൻ ഇടവരും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ് ഉള്ളത്. മനസ്സ് പലവിധ വികാരങ്ങളുടെയും ഉറവിടമാണ്. സന്തോഷം, സങ്കടം, നിരാശ, വെറുപ്പ്, അഹങ്കാരം, അസൂയ, അശുദ്ധി, ദുർമോഹം, അത്യാഗ്രഹം, ഇങ്ങനെ നല്ലതും ചീത്തയുമായ വിവിധ വികാരങ്ങളുടെ ഉറവിടമാണ് മനസ്സ്. നല്ലതിനെ നിലനിർത്തിക്കൊണ്ട് ചീത്തയായവയെ ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കൊലോസ്യ ലേഖനം 3:5 അത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മനസ്സ് തകരുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകാറുണ്ട്. വചനം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ കർത്താവ് രക്ഷിക്കുന്നു. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് മനസ്സിൻ്റെ മറ്റൊരവസ്ഥയാണ്. അതിൽ തുടരാതെ അതിനെ തിരുത്തുവാൻ നമുക്ക് കഴിയണം. സാത്താൻ മനുഷ്യ മനസ്സിനെ കുരുടാക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. മനസ്സ് മലിനപ്പെടുവാൻ വളരെ സാധ്യതയുണ്ട്. പാപത്തിൻ്റെ അതിപ്രസരം മുഖാന്തരമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പാപത്തിൻ്റെ ചിന്തകളും സാഹചര്യങ്ങളും ഒഴിവാക്കുവാൻ കഴിയണം. ദൈവവചനം അതിന് നമ്മെ സഹായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:11 ആ നിലയിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കണ്ണിനെയും ചെവിയെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ദാവീദ് പ്രകാരം പറയുന്നു: ഒരു നീചമായ കാര്യവും എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. സങ്കീർത്തനങ്ങൾ 101:3. ഇതായിരിക്കട്ടെ നമ്മുടെയും തീരുമാനം. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ മനസ്സിൻ്റെ അര കെട്ടുവിൻ. 1 പത്രോസ് 1:13. അതായത് നമ്മുടെ മനസ്സിനെ നാം തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുകയില്ല. ഗലാത്യർ 5:16. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നമുക്ക് ജീവിക്കാം. പാപത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. മനസ്സ് പുതുക്കാം. God bless you. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ മനസ്സലിവുള്ള ദൈവം നിന്നെ വിളിക്കുന്നു.